കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങൾ അപ്പോസ്തലന്മാരുടെ മാസങ്ങളായി ശ്ലീഹന്മാരെ ഓർക്കുവാനും അവരുടെ അപദാനങ്ങളെ കീർത്തിക്കുവാനും അവരുടെ പാതകളിലൂടെ സഞ്ചരിക്കുവാൻ പുനർസമർപ്പണം ചെയ്യുന്ന മാസങ്ങളാണ്. ശ്ലീഹ നോയമ്പ്, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ, 12 ശ്ലീഹന്മാരുടെ ഓർമ്മ, അതുപോലെ തന്നെ നമ്മുടെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ, ഇതെല്ലാം ഒരു ശൃംഖലയിൽ കൂടെ കടന്ന് നമ്മളിലൂടെ പോവുകയാണ്. ഈ ഓർമ്മകളൊക്കെ നമ്മൾ അയവിറക്കുമ്പോൾ സഭയുടെ സഭാശാസ്ത്രത്തെക്കുറിച്ചും അല്പമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ചലനങ്ങളും തൽക്ഷമയം നമ്മളുടെ ഭവനങ്ങളിലും നമ്മുടെ ദൃഷ്ടിയിലും എത്തിച്ചേരുന്നതുകൊണ്ട് സഭയുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത എന്താണ്, അതിൻ്റെ അന്യൂനത എന്താണ് എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. സഭയുടെ സഭാശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ പെരുന്നാളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു മുഖുവനായ, വിവാഹിതനായ, ക്ഷിപ്രകോപിയായ, എഴുത്ത് വായന ഇവയിൽ വലിയ പ്രാവീണ്യമില്ലാത്ത, വൈദഗ്ധ്യമുള്ള തൊഴിലുകൾ ഒന്നും പഠിച്ചിട്ടില്ലാത്ത പ്രായമുള്ള പത്രോസിനെയും നമ്മുടെ കർത്താവിനെ നേരിൽ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കാത്ത അവിവാഹിതനായ, ലോകത്തിലെ പ്രശസ്തമായ ഏതാണ്ട് BC 3000 വർഷങ്ങൾക്ക് പഴക്കമുള്ള കിലിക്കിയ തർസോസിൽ ജനിച്ച് മഹാപണ്ഡിതനായ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച് സഭയുടെ ശത്രുവായി വിധ്വംസക പ്രവർത്തകനായി ജീവിതം ആരംഭിച്ച് കർത്താവിനാൽ പിടിക്കപ്പെട്ട പൗലോസിനെയും ഒരേപോലെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും പൗരസ്ത്യ സഭയ്ക്ക് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പാശ്ചാത്യ സഭയിൽ, കത്തോലിക്ക സഭയൊക്കെ പത്രോസിൻ്റെ പ്രാമാണ്യം, പൗരോഹിത നൽവരം പത്രോസിൽ നിന്ന് മാത്രമേ ഒഴുകുന്നുള്ളൂ എന്ന് പഠിപ്പിക്കുകയും അതിൻ്റെ അലയടികൾ നമ്മുടെ കേരളത്തിലും നമ്മൾ കേൾക്കാറുണ്ട്. പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം പൗലോസിന് പ്രാധാന്യം നൽകി ആ വിധത്തിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പൗരസ്ത്യ സഭ ഈ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഈ രണ്ടുപേരെയും ഒരേപോലെ, ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും പൗലോസിനെയും ഒരേപോലെ ബഹുമാനിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ സഭാശാസ്ത്രത്തിൻ്റെ വിസ്തീർണതയും അതിൻ്റെ വൈവല്യവും അതിൻ്റെ ഇൻക്ലൂസീവ്നെസ്സുമാണ് എന്ന് നാം മനസ്സിലാക്കണം. കേവലം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കാതെ സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണെന്നും ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എല്ലാവരും അന്നത്തെ കാലത്ത് പ്രായത്തിൻ്റെ പ്രാമാണ്യം, പ്രത്യേക നിയോഗങ്ങൾ ലഭിച്ചെങ്കിൽ ആ പ്രാമാണ്യം അവരുടെ പിൻഗാമികൾക്ക് ലഭിക്കുമോ എന്നുള്ളത് ഇന്ന് പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ചർച്ചാ വിഷയമാണ്. എന്തു തന്നെയായാലും നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രത്തെ ന്യായം വിധിക്കും എന്ന് നമ്മുടെ കർത്താവ് പറയും. തങ്ങളിൽ വലിയവൻ ആരെന്നുള്ള ചോദ്യം വന്നപ്പോൾ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. കർത്താവ് കാണിച്ചു കൊടുത്തില്ല. ഞാൻ നിങ്ങൾക്ക് തരുന്ന മാതൃകയനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുവാനുള്ളവരാണ്. അതിലൊരാൾ തെറ്റിപ്പോയപ്പോൾ ആ നമ്പർ തികയ്ക്കുന്നതിന് വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ചുമതല വേറെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയല്ലെന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ 12 അപ്പോസ്തലന്മാരെയും ഒരേപോലെ കണ്ട് ബഹുമാനിക്കുവാനായിട്ടുള്ള, ആദരിക്കുവാനായിട്ടുള്ള വിശാലത പൗരസ്ത്യ സഭയ്ക്കുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ പെരുന്നാൾ ആ വിധത്തിൽ നമ്മൾ കൊണ്ടാടുന്നത്. അതിനേക്കാൾ ഉപരിയായി അതുപോലെ തന്നെ പ്രാമാണ്യമുള്ളൊരു വ്യക്തിയാണ് മാർത്തോമാ ശ്ലീഹ. നമുക്കറിയാം, ലോകത്തിലുള്ള
പുരാതനമായ സംസ്കാരങ്ങളൊക്കെ എന്ന് ശ്രദ്ധിച്ചാൽ ബാബിലോണിയൻ, സുമേറിയൻ, അക്കേഡിയൻ, റോമൻ, ഗ്രീക്ക് ഇങ്ങനെയുള്ള പ്രബലമായ സംസ്കാരങ്ങളെല്ലാം തകർന്നടിഞ്ഞിട്ടും ഇന്നും നിലനിൽക്കുന്ന ഒരു സംസ്കാരം ഭാരത സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ സംസ്കൃതിയുടെ അടിസ്ഥാനം BC 3000-ത്തിനൊക്കെ അപ്പുറത്ത് എഴുതപ്പെട്ടിരിക്കുന്ന വേദങ്ങളും ഉപനിഷത്തുകളും സംസ്കൃത ഭാഷകളുമാണ്. അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം അവകാശപ്പെട്ടതല്ല, ഈ ഭാരത ഭൂമിയുടെ അവകാശമാണ്. ഇവിടേക്ക് സുവിശേഷം അറിയിക്കുവാൻ അപ്പോസ്തല സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അല്ലാതെ ഒരാളെ ചുമ്മാതെ അയക്കുകയല്ലായിരുന്നു. ചോദ്യം ചോദിക്കുവാനുള്ള ധൈര്യം, മരിക്കുവാൻ പോകുവാനുള്ള ധൈര്യം, അതുപോലെ തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഭയവിഹ്വലരായി പുതിയ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയപ്പെട്ടപ്പോൾ, വാതിലുകൾ അടച്ചിട്ട് അതിനകത്തിരുന്നപ്പോൾ അതിന് പുറത്തു പോകാനുള്ള ധൈര്യം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു യാഥാർത്ഥ്യമാണ്, അത് കേവലം ഒരു തോന്നലല്ല, അടച്ചിട്ട വാതിലിനകത്ത് പ്രവേശിച്ച് ശരീരത്തെ സ്പർശിക്കുവാൻ സാധിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തി, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശരീരത്തെ സ്പർശിക്കുവാൻ അവസരം ലഭിച്ച വ്യക്തി എന്ന നിലയിൽ മാർത്തോമാ ശ്ലീഹ ശ്രേഷ്ഠനാണ്. ആ സ്പർശന മാത്രയിൽ തന്നെ മറ്റുള്ളവരൊക്കെ കണ്ടറിവാണെങ്കിൽ എ ടച്ചിങ് എക്സ്പീരിയൻസ് ലഭിച്ച വ്യക്തിയാണ് തോമാസ് ശ്ലീഹ. ആ കണ്ട മാത്രയിൽ തന്നെ ആരോടും ആലോചിക്കാതെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനം, അതിന് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നിഖ്യാവിശ്വാസ പ്രമാണമൊക്കെ അനേകം പണ്ഡിതന്മാരിരുന്ന് അനേക ദിവസങ്ങളുടെ ഡെലിബ്രേഷൻസ് ആണെങ്കിൽ ഞൊടിയുടയിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയും ദൈവത്വത്തെയും കുറിച്ച് പ്രഖ്യാപിക്കുവാനുള്ള ധൈര്യം കാണിച്ചത് മാർത്തോമാ ശ്ലീഹായാണ്. പൗലോസ് ശ്ലീഹ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത് മറ്റ് വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വരുവാനുള്ള അവസരം ലഭിച്ചതും മാർത്തോമാ ശ്ലീഹായ്ക്കാണ്. അഫ്ഗാനിസ്ഥാൻ, പഞ്ചാബ് വഴി ഇങ്ങ് കേരളത്തിൻ്റെ ഇങ്ങേയറ്റം വരെ അദ്ദേഹം സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളെ പോലെ തന്നെ പുരാതനവും ആ പിതാവിൻ്റെ പൈതൃകത്തിന് അവകാശികളുമാണ്. കേരളത്തിലുള്ള എല്ലാവരും അതിന് അവകാശികളാണ്, ഒരു സഭ മാത്രമല്ല. പക്ഷേ ആ തോമാസ് ശ്ലീഹായുടെ പ്രത്യേകത അപ്പോസ്തോലിക നൽവരത്തിൻ്റെ പൂർണ്ണതയുള്ള തോമാസ് ശ്ലീഹായാണ്. ഒഴുക്കില്ലാത്ത തോമാസ് ശ്ലീഹായല്ല. ഒഴുക്ക് പത്രോസിൽ നിന്നും ഇന്ന് ഇവിടെ മാർക്കറ്റ് കൂടുതൽ തോമാസ് ശ്ലീഹായിക്കായതുകൊണ്ട് ഞങ്ങളെല്ലാം തോമായുടെ മാർഗമാണെന്ന് വൃഥാ സംസാരിക്കുന്ന ആളുകളുണ്ട്. അവർക്കും അവകാശപ്പെട്ടതാണെങ്കിലും ഈ കൊച്ചു സഭ തോമാസ് ശ്ലീഹായുടെ അധ്വാനത്തിൽ രൂപപ്പെട്ട ഒരു സഭയാണ്. അദ്ദേഹം ഒരു കേവലം വൈദികൻ പോലുമല്ല, പൗരോഹിത്യ ശുശ്രൂഷയുടെ നൽവരം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആളിന് സ്വീകരണം കൊടുക്കുകയും അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അന്നും ഈ പാവം പിടിച്ച സഭ ആ അപമാനങ്ങളെല്ലാം സഹിച്ച് അതിനുവേണ്ടി നിലകൊണ്ടു. ഇന്ന് തോമാസ് ശ്ലീഹ ഏറ്റവും ശ്രേഷ്ഠനാണ്, അതിൽ ഞാനും അഭിമാനിക്കുന്നു. ഭാരതം മുഴുവനും അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയിൽ ഭാരതത്തിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട പൈതൃകമാണ്. ആ പൈതൃകം കർത്താവിൻ്റെ പൂർണ്ണ അപ്പോസ്തലൻ എന്ന നിലയിൽ കർത്താവിൻ്റെ സർവ്വ നൽവരങ്ങളുടെയും ഒഴുക്ക് ഉള്ള മാർത്തോമാ ശ്ലീഹായാണ്. ആ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്, പത്രോസിനെയും പൗലോസിനെയും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ അപ്പോസ്തലനായ തോമാസ് ശ്ലീഹ ആ ശ്രേഷ്ഠതയിൽ മറ്റപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. പാശ്ചാത്യ പഠിപ്പിക്കലുകളിൽ അദ്ദേഹത്തെ സംശയഗ്രസ്തനായും ഏതോ കുറവുള്ളവനായിട്ടൊക്കെ ചിത്രീകരിക്കുമ്പോൾ അവരെല്ലാവരേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള അറിവ് ലഭിക്കുകയും അവരെല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനിക്കുകയും ജീവൻ സമർപ്പിക്കുകയും നഷ്ടപ്പെട്ടു പോയ എല്ലാ സംസ്കാരങ്ങളെക്കാൾ സജീവമായി നിൽക്കുന്ന ഒരു സംസ്കാരത്തോട് അതിൻ്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പ്രതിവചിക്കുവാൻ തക്കവണ്ണം ധൈര്യം കാണിച്ച ഒരു അപ്പോസ്തലനാണ്.
ഇതൊക്കെ നമുക്ക് അഭിമാനിക്കുവാൻ പറയാൻ കൊള്ളുന്ന കാര്യമാണ്. എന്നാൽ ആ അപ്പോസ്തലൻ ഇവിടെ വന്നത് യേശു ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാനാണ്, ഭൂതങ്ങളെ പുറത്താക്കുവാനാണ്, സുവിശേഷം അറിയിക്കുവാനാണ്. ഈ സഭ ആ ദൗത്യം ഇടയ്ക്ക് മറന്നു പോകുന്നത് കൊണ്ടാണ് തർക്കവും ഭിന്നതയും നമ്മെ വിട്ടുമാറാതിരിക്കുന്നത്. ഈ വിശാലമായ ഭാരതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനും അവൻ്റെ സാക്ഷികളായി ജീവിക്കുവാനും തോമാശ്ലീഹ ആഗ്രഹിച്ചതുപോലെ അവനോടുകൂടെ മരിക്കുവാനും തയ്യാറാകുന്നൊരു സമൂഹമുണ്ടാകുമ്പോൾ ഈ സഭ ധന്യമാകും, ഈ ദേശം ശ്രേഷ്ഠമാകും, തോമാശ്ലീഹ സന്തോഷവാനായിത്തീരും. ആയതുകൊണ്ട് തോമായുടെ പൈതൃകത്തെക്കുറിച്ച് വൃഥാ അഭിമാനിക്കുന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം എന്തിനു വേണ്ടി വന്നു, അദ്ദേഹം എന്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചു, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ അനേകം പിതാക്കന്മാരുണ്ടെങ്കിലും ക്രിസ്തുവിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനല്ലയോ എന്ന് പറയുന്നത് പോലെ തോമാശ്ലീഹയുടെ മക്കളായ നമ്മളെല്ലാവരും ആ സുവിശേഷത്തിനനുസരിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, അനുതാപമുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമ്മൾ രൂപാന്തരപ്പെടുമ്പോഴാണ് സഭ ധന്യമാകുന്നത്, നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായി തീരുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന അനേകം ആളുകൾ വിവിധ മാനസിക പ്രയാസങ്ങളിൽ ഓരോ ആവശ്യങ്ങളിൽ നെടുവേർപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷേ ദൈവം നമ്മുടെ പ്രാർത്ഥന ഉടനെ കേട്ടു എന്ന് വരികയില്ല. എന്നാൽ ദൈവം കരുണയുള്ളവനാണ്, അവൻ കരുണ കാണിക്കുവാൻ ഒരിക്കലും മടിക്കുന്നില്ല. നിലവിളിക്കുന്നവർക്ക് തൻ്റെ ചെവി ഒരിക്കലും അടയ്ക്കുന്നില്ല. സഹായിക്കുവാനായി സദാ സന്നദ്ധമായിരിക്കുകയാണ്. പക്ഷേ ആ അനുഗ്രഹം സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോഴാണ്, നമ്മുടെ കണ്ണ് തുറന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. കുരിശിന്മേൽ കടന്നുകൊണ്ട് നമ്മുടെ കർത്താവ് തന്നെ ഒരു നിമിഷം പറഞ്ഞുപോയി, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിവാക്കണമേ. അത് ദൈവം കേട്ടിരുന്നെങ്കിൽ മനുഷ്യാവതാരത്തിൻ്റെ മുഴുവൻ അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ലക്ഷ്യവും തെറ്റിപ്പോയേനെ. പക്ഷേ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ, എനിക്ക് ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുവാനാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ അത് സഹിക്കുവാനുള്ള കരുത്ത് നൽകണമേ, ആ യാഥാർത്ഥ്യം കാണുവാനുള്ള ഉൾക്കാഴ്ച നമുക്ക് നൽകണമേ. അവിടെയാണ് അപ്പോസ്തലന്മാർ ഓരോരുത്തരും വളരെ ഭയവികലരായി ഒരു സ്ത്രീയുടെ മുമ്പിൽ പോലും പതറിപ്പോയ പത്രോസ് 3000 പേരുടെ മുമ്പാകെ നിന്നുകൊണ്ട് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ വേറെ ഒരു നാമവുമില്ലെന്ന് പറയുവാനുള്ള ധൈര്യം, തലകീഴായി മരിക്കുവാനുള്ള ധൈര്യം, ലോകത്തിൻ്റെ 4 അതിരുകളിലേക്ക് പോയി എല്ലാ അപമാനങ്ങളും സഹിക്കുവാനുള്ള ധൈര്യം അവർക്ക് ലഭിച്ചത് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധ റൂഹായുടെ നൽവരമാണ്. പ്രിയമുള്ളവരെ, ആ നൽവരത്തിൽ ബലപ്പെടുവാനും നമ്മുടെ അപ്പോസ്തലനായ മാർ തോമാശ്ലീഹായെക്കുറിച്ച് അഭിമാനിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ സമൃദ്ധിയായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് തോമാശ്ലീഹായുടെ ആ നൽവരം നമ്മളിലൂടെ പൂർത്തിയാകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.